ഇന്ന് രാവിലെയാണ് അർജൻറ്റീന രണ്ടാമതും മെസ്സിയുടെ കീഴിലുള്ള രണ്ടാമതും കോപ്പ അമേരിക്ക വിൻ ചെയ്യുന്നത്. സോ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാം കളർ ടി വി വന്നതിന് ശേഷം കപ്പെടുക്കാത്ത ടീം എന്നുള്ളൊരു കളിയാക്കൽ കേട്ട ആരാധകരാണ് ഞാനടക്കമുള്ള അർജൻറ്റീന ആരാധകർ. പക്ഷേ ഒരു 3 വർഷത്തിനുള്ളിൽ 4 ഇൻ്റർനാഷണൽ ട്രോഫീസാണ് മെസ്സി സ്വന്തമാക്കുന്നത്. സോ ഇതിൽ നിന്നും അർജൻറ്റീനയുടെ ഒരു കംബാക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആരാധകരുള്ള ടീമാണ് അർജൻറ്റീനയും ബ്രസീലൊക്കെ. സോ ഈയിടെയായിട്ട് അർജൻറ്റീനയുടെ പെർഫോമൻസ് വളരെ അങ്ങേയറ്റത്തെ ലെവലിലാണ് നിൽക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ഫേമൊക്കെ നടത്തുന്ന ആളുകൾക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ് ഈ ഒരു അർജൻറ്റീനയുടെ തിരിച്ചുവരവിൽ ഞാൻ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. സോ ഒന്നാമത്തെ കാര്യം പെർസിവിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അശ്രാന്ത പരിശ്രമം അല്ലെങ്കിൽ അക്ഷീണ പരിശ്രമം എന്നൊക്കെ പറയാം. നമുക്ക് ഒരുപാട് പരാജയങ്ങൾ, എനിക്കറിയാം, ഞാൻ പ്രീ ഡിഗ്രി 97 ഞാൻ SLC പാസ്സാവുന്നത്. 98 ഞാൻ പ്രീ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജൻറ്റീന ഐ തിങ്ക് ക്വാർട്ടറിലോ സെമിയിലോ എനിക്ക് ഓർമ്മയില്ല, ഹോൾഡിനോട് ബെർക്കാമ്പ് ഗോൾ അടിച്ചിട്ട് ഹോൾഡിനോട് പരാജയപ്പെട്ട് പുറത്തു പോകുന്നത്. അത് വളരെ നല്ല രീതിയിൽ കളിച്ചിരുന്ന ടീമായിട്ട് കൂടെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം പല വർഷങ്ങളിൽ മെസ്സി തന്നെ നല്ല കത്തി നിൽക്കുന്ന സമയത്ത് അർജൻറ്റീന പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ കപ്പടിക്കുമെന്ന് തോന്നുന്ന ജർമ്മനിയുമായിട്ടുള്ള ഫൈനലിൽ പോലും ഏറ്റവും നന്നായിട്ട് കളിച്ചിട്ട് പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. സോ ഇത്രയൊക്കെ സംഭവിക്കുന്ന സമയത്തും അവർ നടത്തുന്നൊരു പരിശ്രമമുണ്ട്. വീണ്ടും ഇത് നേടാം, ഇനിയും ഫൈനലുകൾ വരും എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ തന്നെയാണ് ബിസിനസ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായി ചെയ്യുന്ന പല കാര്യങ്ങളും പരാജയപ്പെട്ടേക്കാം. നമ്മൾ വിജയിക്കുന്ന ഉറപ്പിക്കുന്ന പല ക്യാമ്പയിനുകളും ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അതിൽ തളർന്നു നിൽക്കാതെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക എന്നുള്ള പാഠമാണ് ഒന്നാമത്തെ അർജൻറ്റീനയുടെ വിജയം നമുക്ക് തരുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയും. സോ പെർസിവിയറൻസ് നമ്മൾ നോക്കാം. രണ്ടാമത്തെ കാര്യം റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സെറ്റ് ബാക്കുകൾ അല്ലെങ്കിൽ പിന്മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അത് തിരിച്ചു വരവിനുള്ള ഒരു ഒരു മോട്ടീവായിരിക്കണം, തിരിച്ചു വരവിനൊരു എനർജി ആയിരിക്കണം. സോ അർജൻറ്റീനയുടെ ഈ പരാജയപ്പെടുകൾ പലപ്പോഴും അവരെടുത്തിട്ടുണ്ടാവുക പോസിറ്റീവായിട്ടായിരിക്കും. പക്ഷേ നമുക്ക് ഓർമ്മയുണ്ട്, ഒരു കോപ്പ ഫൈനലിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച് പരാജയപ്പെട്ട സമയത്ത് മെസ്സി 2016 തോന്നുന്നു അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനിയൊരു തിരിച്ചുവരവില്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അദ്ദേഹം പോലും എന്ത് ചെയ്യാണ്, ആ സമയത്ത് അത് ക്വിറ്റ് ചെയ്ത് പോവുകയാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ആളോട് നമ്മൾ പറയാറുണ്ട്, നമ്മൾ പരിശ്രമം വിജയിക്കുന്നത് വരെ നിങ്ങൾ തുടരുക. കാരണം പരാജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാന വാക്കല്ല, അത് വിജയത്തിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മൾ കാണാൻ പറ്റണം. ഇനി എന്താണെങ്കിലും മെസ്സി തിരിച്ചു വരുന്നു. അതിന് ശേഷമുള്ള വർഷങ്ങളിൽ കണ്ടത് പിന്നെ ചരിത്രമാണ്. വേൾഡ് കപ്പ് അടക്കമുള്ള അതൊരു ആവറേജ് ടീമായിട്ട് പോലും അർജൻറ്റീന ഇപ്പോൾ പെർഫോം ചെയ്യുന്ന വലിയ ലെവലിലാണ്. ഇതിനെയാണ് നമ്മുടെ ഫേമിനോട് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ പെർഫോമൻസ് ചില സമയത്ത് പരാജയപ്പെടുന്ന സമയത്ത് നമ്മൾ വീണ്ടും തിരിച്ചു വരവിനുള്ള ഒരു എനർജി ആയിട്ട് നമ്മളതിനെ കാണണം, തിരിച്ചു വരണം. എത്ര പരാജയങ്ങളുണ്ടായാലും അത് തിരിച്ചു വരവിനുള്ള ഊർജ്ജമായിട്ട് നമ്മൾ എപ്പോൾ എടുക്കുന്നോ അപ്പോഴായിരിക്കും നമുക്ക് ഒരു ഗ്രേറ്റസ്റ്റ് കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം ലീഡർഷിപ്പ്. മെസ്സിയുടെ അണ്ടറിലുള്ള ഓരോ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. സോ അവരുടെ ഗോളി ഒക്കെ നമ്മൾ എമിലിയാനോ മാർട്ടിനസ് ഒക്കെ പറയുന്നത് മെസ്സിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നാണ് പറയുന്നത്. മീൻസ് അത്തരം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം പ്രവർത്തിക്കുന്നത് മെസ്സിയുടെ ലീഡർഷിപ്പിലാണ്. പലപ്പോഴും മുമ്പേ മെസ്സി ഈ ലീഡർഷിപ്പ് ഇല്ലാത്തതിൻ്റെ പേരിൽ പഴി കേട്ടിട്ടുണ്ട്. ഈവൻ ഡിഗോ മറഡോണയുടെ വായിൽ നിന്ന് പോലും നല്ലൊരു ലീഡറല്ല, മറ്റുള്ള ആളുകൾ ലീഡ് ചെയ്യാൻ കഴിയുന്നല്ല, കൂടുതൽ ലീഡേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പഴി. നന്നായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ ലീഡർഷിപ്പ് എബിലിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം നമ്മൾ കണ്ടത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കളിക്കുന്നതും ഇടപെടുന്നതുമായിട്ടുള്ള മെസ്സിയാണ്. സോ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് നമുക്കറിയാം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് മോർ ലീഡേഴ്സ് എന്നാണ്. നമ്മുടെ ഫേമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മറ്റുള്ള ആളുകളെ ലീഡർഷിപ്പിലോട്ട് കൊണ്ടുവരാനുള്ള ഗുണം നമുക്ക് വേണം. അപ്പോഴായിരിക്കും നമ്മുടെ ഫേം വിജയിക്കുന്നത്. നാലാമത്തെ കാര്യം പാഷനാണ്. സോ മെസ്സി ആ ഒരു ഫുട്ബോളിൽ കാണിക്കുന്ന പാഷൻ മറ്റുള്ള ആളുകളും കാണിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, അർജൻറ്റീനയേക്കാൾ നല്ല ടീം ലൈനപ്പുള്ള ഒത്തിരി ടീമുകൾ ഇപ്പോൾ ഉണ്ട്. മുൻപ് ഒരു സമയത്ത് അർജൻറ്റീന വലിയ ലൈനപ്പ് ഉണ്ടായിരുന്നു, എന്നിട്ടും കപ്പ് കിട്ടിയില്ല, കിരീടം കിട്ടിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ആവറേജ് ടീമായിട്ട് പോലും അവർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുള്ള കാരണം അവരെ പാഷനേറ്റാണ്. അതായത് എങ്ങനെയെങ്കിലും ഒരു കിരീടം ഇദ്ദേഹത്തിന് മെസ്സിക്ക് നേടിക്കൊടുക്കണമെന്നുള്ള ഒരു അത്രയും ഒരു ആഗ്രഹം, ആ ഒരു പാഷനായിട്ടായിട്ട് അവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കാം വിജയങ്ങൾ വീണ്ടും അവർ തേടി വരുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ടീമിലും നമുക്ക് പറയാനുള്ളതും. ഓരോ വ്യക്തിയും പാഷനേറ്റായിട്ട് പ്രവർത്തിക്കണം. നമുക്കിത് കിട്ടിയേ തീരും, നമുക്ക് നേടിയേ തീരും എന്നുള്ള ഒരു ശ്രമം ഉണ്ടാകുന്ന സമയത്തായിരിക്കും നമ്മുടെ ബിസിനസ് വിജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് പോകുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ടീം വർക്ക്. മെസ്സി ഒരു നല്ല പ്ലെയറാണ്, ഇപ്പോഴുമാണ്. നമ്മൾ ഗോട്ട് എന്നൊക്കെ പറയും, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പറയും.
ആണ്. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊരിക്കലും ഒരു ഫുട്ബോൾ പോലത്തെ ഒരു ടീം വർക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഗെയിം ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ എന്നാണ് ഒരു ടീം വർക്കായിട്ട് ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങിയത്, അന്നാണ് അർജന്റീന വിജയിക്കാൻ തുടങ്ങിയത്. അതല്ലാത്ത സമയത്തും മെസ്സിയുടെ വൺ മാൻ ഷോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ മെസ്സി കളിച്ചില്ലെങ്കിൽ പോലും ഇപ്പം ഇന്ന് കോപ്പയിൽ അദ്ദേഹം വിജയിക്കുന്നത് 60 മിനിറ്റിന് ശേഷം മെസ്സി റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പരിക്ക് പറ്റി പിൻവാങ്ങിയിട്ട് പോലും എക്സ്ട്രാ ടൈമിൽ വിജയിക്കുന്ന ഒരു അർജന്റീൻ ടീമിനെയാണ് നമ്മൾ കണ്ടത്. സോ മീൻസ് നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും പെർഫോം ചെയ്യുന്ന രീതിയിലേക്കുള്ള ടീം വർക്കിനെ സെറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിച്ചു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. സോ ഇതും നമ്മുടെ ഫേമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീം വർക്കാണ് എല്ലാ വിജയത്തിൻ്റെ അടിസ്ഥാനം. സോ നമ്മൾ ടീം വർക്കിന് വേണ്ടിയുള്ള ഗുണങ്ങളൊക്കെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ 5 കാര്യങ്ങൾ അർജന്റീനയുടെ തിരിച്ചുവരവിൽ ഈ കപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ബിസിനസ് ഫേമിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫേമിൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. സോ പരാജയങ്ങൾ ഒരിക്കലും അവസാന വാക്കല്ല, വിജയം നമ്മളെ കാത്തിരിക്കുന്നു. അതിനുവേണ്ടി ടീം വർക്കോടുകൂടെ, ലീഡർഷിപ്പോടുകൂടെ, പാഷനേറ്റായിട്ട് റെസിലിയൻസൊക്കെ വെച്ചുകൊണ്ട് പെർസീവറൻസോടുകൂടി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാലം എന്ന് വരുന്നോ അന്നായിരിക്കും നമ്മുടെ ഫേം വിജയങ്ങളിൽ നിന്നും വിജയങ്ങളിലേക്ക് പറന്നുയരുന്നത്. സോ അത്തരം നല്ല നാളേക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പരാജയത്തിൽ ഒരിക്കലും നമ്മൾ എന്താവരുത്, ഡെസ്പറേറ്റ് ആവാതിരിക്കാം. വിജയം നമ്മളെ തേടി ഒരു ദിവസം വന്നേ തീരൂ. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. സോ അതിനുവേണ്ടി കാത്തിരിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.